സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ഒരു അഭിഭാഷകന് മുതിർന്ന അഭിഭാഷക പദവി നൽകുന്നത് സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് വിവാദ പരാമർശമുണ്ടായത്. ചില തൊഴിൽ രഹിത യുവാക്കളെയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെയും കുറിച്ച് കോക്രോച്ചസ്, പാരസൈറ്റ്സ് പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചതാണ് വിമർശനങ്ങൾക്കിടയായത്. വ്യവസ്ഥിതിയെ ആക്രമിക്കുന്ന ചില സാമൂഹിക പരാതങ്ങൾ നിലവിലുണ്ട്. നിങ്ങൾ അവർക്കൊപ്പം കൈകോർക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് കോടതിയിൽ ചോദിച്ചു. തുടർന്ന് തൊഴിലോ പ്രൊഫഷനിൽ കൃത്യമായ സ്ഥാനമോ ലഭിക്കാത്ത ചില യുവാക്കൾ പ്രാണികളെ പോലെയുണ്ട്. അവരിൽ ചിലർ മാധ്യമങ്ങളായും സോഷ്യൽ മീഡിയക്കാരായും RTI പ്രവർത്തകരായും മാറി മറ്റുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങുന്നുവെന്നും അദ്ദേഹം വാക്കാൽ നിരീക്ഷിച്ചു. ഈ പരാമർശങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ശക്തമായ പ്രതികരണം ഉയർന്നു. തൊഴിൽ രഹിതരായ യുവാക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഭാഷയാണ് ഉപയോഗിച്ചതെന്ന് വിമർശകർ ആരോപിച്ചു. ചിലർ ഇത് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്ത ഭാഷയാണെന്നും അഭിപ്രായപ്പെട്ടു. തന്റെ പരാമർശം വിവാദമായതോടെ തൊട്ടടുത്ത ദിവസം തന്നെ ചീഫ് ജസ്റ്റിസ് വിശദീകരണവുമായി രംഗത്തെത്തി. വ്യാജ ബിരുദങ്ങളും സർട്ടിഫിക്കറ്റുകളുമായി നിയമരംഗത്തേക്കും മറ്റു തൊഴിൽ മേഖലകളിലേക്കും കടന്നുകൂടുന്നവരെയാണ് താൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യഥാർത്ഥ യോഗ്യതയില്ലാതെ ഇത്തരം വ്യാജരേഖകളിലൂടെ കടന്നുകൂടി വ്യവസ്ഥിതിയെ തകർക്കുന്നവരെയാണ് താൻ പരാതങ്ങളെന്ന് വിളിച്ചതെന്നും അല്ലാതെ രാജ്യത്തെ തൊഴിൽ രഹിതരായ യുവാക്കളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ യുവാക്കൾ രാജ്യത്തിന്റെ വികസനത്തിന്റെ തൂണുകളാണെന്നും അവരുടെ കഠിനാധ്വാനത്തെ താൻ ബഹുമാനിക്കുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ അദ്ദേഹം അറിയിച്ചു. കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.